ശത്തൻ്റെ മൂലത്തിൻ്റെ മൂലകാരണം ഫുഡ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാവാം ഞാൻ ആദ്യമായിട്ട് വളർത്തുന്ന ഒരു കുഞ്ഞാ ശത്തന്. സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ഇവർക്ക് കൊടുത്താൽ മതിയെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഇവനാണെങ്കിൽ വന്ന നാളെ തൊട്ട് മുട്ടതീറ്റയാണ്. ആദ്യമൊക്കെ നമ്മൾ ഈ ബുൾസൈ ആയിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ കൊടുക്കരുത്, പകുതി വേവിച്ച് കൊടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് പുഴുങ്ങി കൊടുക്കാൻ. ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിൽ പോയ സമയത്തും കൂടി ഒരു മുട്ട തിന്നിട്ടാണ് പോയത്. പിന്നെ ചിക്കനെന്ന് പറഞ്ഞാൽ ഇവനങ്ങ് ജീവനായിരുന്നു. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചിക്കനും മീനും തന്നെയായിരുന്നു തിന്നുകൊണ്ടിരുന്നത്. പിന്നെ മത്തങ്ങയും ക്യാരറ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ കൂടെ വേവിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ പച്ചക്കറി തോരനാണെങ്കിൽ ഇവിടെ വെക്കുന്ന തോരനൊക്കെ ചോറിനകത്തിട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു. ബേക്കറി ഐറ്റം ആണെങ്കിൽ ഇവനങ്ങ് കൊതിയാന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ മേടിക്കാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ മേടിക്കത്തുള്ളൂ. പക്ഷെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇവനത് കണ്ട അച്ചപ്പം, നെയ്യപ്പം, ബോളി, മടക്ക് സാധനം, മുറുക്ക്, ആരോ റൂട്ട്, ബോണ്ട, ഉഴുന്നുവട, പപ്സ് എന്ന് വേണ്ട അവനെ കണ്ണിൽ കാണുന്ന എല്ലാം അവന് ഇവിടെ മേടിക്കുന്ന എല്ലാം അവനും വേണം. അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടു കഴിഞ്ഞാൽ ഇവനങ്ങ് നിർബന്ധം പിടിക്കും. അത് കിട്ടുന്നത് വരെ നോക്കിയിരിക്കും. ആ കൊതിയോടെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കുന്നത്. പിന്നെ മീൻകറി, മുളകിട്ട മീൻകറി, മീൻ പറ്റിച്ചത്, വറുത്തത്, ഇതൊക്കെ കാണുമ്പോൾ ചെറുക്കനങ്ങ് കൊതിയാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ മുളക് കറിയൊന്നും കൊടുക്കുന്നില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞ് അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ മഞ്ഞളിട്ട് പുഴുങ്ങി മാത്രമേ കൊടുക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ കൊടുത്താൽ ചെറുക്കന് വേണ്ട, അവന് നല്ല ടേസ്റ്റ് വേണം, അല്ലെങ്കിൽ ആഹാരം കഴിക്കത്തില്ല. ഭയങ്കര മടിയായിരുന്നു, കഷ്ണം മാത്രമേ തിന്നത്തുള്ളായിരുന്നു. പിന്നെ ഈ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ മര്യാദയ്ക്കൊന്ന് തിന്നാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ചെറുക്കൻ വെറും എല്ലാം തോലുമായിരുന്നു. ഒരു 15 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇച്ചിരി മെനയുണ്ട്, ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഒരു പക്ഷേ ഈ ആഹാര രീതി കൊണ്ടാവാം അവനിങ്ങനെ വന്നത്. ഡോക്ടർ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല, എങ്കിലും എനിക്കങ്ങ് തോന്നുന്നു ഒരു പക്ഷേ നമുക്കാണേലും ഇങ്ങനെയൊക്കെയല്ലേ, നമ്മുടെ ആഹാരത്തിൻ്റെ കഴിപ്പ് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുന്നത്. ഇനിയാണേലും എനിക്ക് പറ്റിയതോ പറ്റി, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പാവം എൻ്റെ കുഞ്ഞ് കിടന്ന് അനുഭവിക്കുന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെപ്പറ്റി അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ കൊടുക്കരുത്, ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താൻ. നമുക്ക് കണ്ണിൽ കാണുന്ന എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ അനുഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ ഇവനിങ്ങനെ ഒരു അസുഖം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾ കഴിക്കുന്നതെല്ലാം അവനും കൊടുത്തു. നമ്മൾ കൊടുക്കുന്നത് അവരങ്ങ് തിന്നും. അത് അവർക്കറിയില്ല, നല്ലതോ ചീത്തയോ ഒന്നും അവർക്കറിയില്ല. നമ്മളത് മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കി വെച്ചിട്ട് അവരെ നല്ല രീതിയിൽ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വളർത്താവൂ. പാവം ഈ വേദനകൾ കാണണ്ടല്ലോ. എൻ്റെ കുഞ്ഞിന് അത്ര കൂടുതലായിട്ടൊന്നുമില്ല. ഞാനിപ്പം പിന്നെ അങ്ങനെ അപ്പിയിടുന്ന സമയത്തൊന്നും വലിയതായിട്ട് മുക്കുന്നൊന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് അപ്പിയിട്ടിട്ട് ഇനി പോരും. പക്ഷേ 2-3 ദിവസം കൊണ്ട് ഞാൻ ബ്ലഡ് പോകുന്നത് ശ്രദ്ധിക്കുന്നു. ഒരു തുള്ളി 1-2 തുള്ളിയൊക്കെ അവിടെ പറ്റിയിരിക്കുന്ന, അങ്ങനെ എനിക്ക് പേടി തോന്നി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇവനങ്ങനെ പെറ്റ് ഫുഡോ അങ്ങനെയൊന്നും ഞാൻ മേടിച്ച് കൊടുത്തിട്ടില്ല. പണ്ട് കാൽഷ്യം ബോൺ വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു ഈ പല്ല് കുരുകിരിക്കുന്ന സമയത്ത്. അല്ലാതെ അങ്ങനെ പെറ്റ് ഫുഡൊന്നും വാങ്ങിച്ച് കൊടുത്തിട്ടേ ഇല്ല. കുഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള ആഹാരം മാത്രമാണ് കഴിച്ചത്. മനുഷ്യർക്ക് മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാം. നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ഇതാണ് കുഞ്ഞിന് തന്നിരിക്കുന്ന മരുന്ന്. അത് സിറപ്പാണ്. 10 ml വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം. കുഞ്ഞിൻ്റെ അപ്പിക്കുട്ടനെ ലൂസാക്കി വിടാനുള്ളതാണ്. ഇത് കുഞ്ഞിന് അപ്പി പോകുമ്പോൾ കുഞ്ഞിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിർളയായിട്ട് പോകാനുള്ളതാണ്. ഇത് പിന്നെ കുഞ്ഞിൻ്റെ സുണ്ടിക്ക് പുരട്ടാനുള്ള ഓയിൻമെൻറ്റ്. അങ്ങോട്ട് സുണ്ടിക്ക് അങ്ങോട്ട് പുരട്ടി കുഞ്ഞിൻ്റെ മൂലക്കൂട് ഞങ്ങളങ്ങ് മാറ്റും. നോക്കിച്ചോ നിങ്ങൾ, മൂലക്കൂടും എല്ലാം മാറ്റി മെടുക്കാനായിട്ട് വരും എൻ്റെ കുഞ്ഞ്. പിന്നെ കഴിക്കാൻ ഒരു ആൻറ്റിബയോട്ടിക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ മെടുക്കാനായിട്ട് ഞങ്ങളുടെ മൂലക്കൂടും ഞങ്ങൾ മാറ്റും. നിങ്ങൾ നോക്കിച്ചോ.